ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. സിൻ നോ മോർ. ഇനി പാപം ചെയ്യരുത്. ഇനി നീ പാപം ചെയ്താൽ അധികം തിന്മയായത് ഭവിക്കും. നിന്റെ ബന്ധനം അഴിഞ്ഞു, നല്ലത്. 38 കൊല്ലമായി തളർവാദം ബാധിച്ച് ആ മനുഷ്യൻ കിടക്കുകയായിരുന്നു. 38 വർഷമായി അവൻ തളർന്നു കിടക്കുന്നവനായിരുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവനായിരുന്നു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. 38 ആണ്ടായി രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, ആ സ്ത്രീയെ യേശു കണ്ടു. രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ ഏറ്റവും കുനിയായിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ കണ്ണിൽപ്പെട്ടു. യേശു അവളെ കണ്ടു, അവളെ അടുക്ക വിളിച്ചു. ഇവിടെ നാം കാണുന്നത് അത് തന്നെയാണ്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. അവൻ നിസ്സഹായനായി കിടക്കുന്നത് യേശു കണ്ടു. അവശത കാണുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ബലഹീനത കാണുന്ന ദൈവം, നമ്മുടെ കുറവുകൾ കണ്ട് നമ്മെ നിരസിച്ച് കളയാത്ത ദൈവം, നമുക്കുള്ള പോരായ്മകൾ കണ്ട് നമ്മെ തള്ളിക്കളയാത്ത ദൈവം. മനുഷ്യർ നമ്മെ വിലമതിച്ചില്ലെന്ന് വരും, സ്വന്തം വീട്ടിൽ മാനമില്ലെന്ന് വരും, സ്വന്തം ഭർത്താവിന് വിലയില്ലെന്ന് വരും, സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഗൗനിപ്പുമില്ലെന്ന് വരും, സ്വന്തം മക്കൾക്ക് അല്പം പോലും ബഹുമാനമില്ലെന്ന് വരും, ഇല്ല മാതാപിതാക്കൾക്ക് തെല്ലും വാത്സല്യമില്ലെന്നും വരും. ലോകം അതാണ്. കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ഒറ്റപ്പെടുത്തിയെന്ന് വരും, സകലരും പുച്ഛിച്ചു എന്ന് വരും, എല്ലാവരും തെറ്റിദ്ധരിച്ചെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കാണും, ക്രിസ്തു അറിയും. നാം വായിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യനോടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നെന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. സൗഖ്യമാവാൻ മനസ്സുണ്ടോ? ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നിനക്ക് പൂർണ്ണനാകാൻ മനസ്സുണ്ടോ എന്നാണ്. ഡു യു വാണ്ട് ടു ബി ഹോൾ? നിനക്ക് പൂർണ്ണനാകാൻ മനസ്സുണ്ടോ? ഒരു വശം തളർന്നവനാണ്, ഒരു വശം തളർന്ന ആ വശവും കൂടി ആരോഗ്യമുള്ളതായി തീർന്ന് അങ്ങനെ നിന്റെ ശരീരം പൂർണ്ണത കൈവരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഡു യു വാണ്ട് ടു ബി ഹോൾ? നിനക്ക് പൂർണ്ണനാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവന് പറയാനുള്ളത്, യജമാനെ, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ പലരും ഉണ്ട്. എനിക്കാരുമില്ല. ഈ 38 ആണ്ട് ഞാനിവിടെ അവശനായി കിടക്കുകയാണ്. ഈ കണ്ട വർഷങ്ങളൊക്കെ ഇവിടെ കിടന്നിട്ടും എനിക്ക് തക്ക സഹായം ചെയ്യാൻ ആരുമില്ല. ചിലരെല്ലാം ആഹാരം തരുന്നതുകൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത്, ചിലരെല്ലാം കൈത്താങ്ങൽ തരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. എനിക്ക് സൗഖ്യം തരാൻ അതിന് പറ്റിയ സാഹചര്യം ഒരുക്കി തരുന്നതിന് പറ്റിയ ആരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെയാണ്. എനിക്കാരുമില്ലെന്നാണ് പറയുന്നത്. എനിക്കാരുമില്ല. നമ്മൾ പലരും അങ്ങനെ പറയാറുണ്ട്. എൻ്റെ പ്രശ്നം മറ്റാരും മനസ്സിലാവില്ല, എൻ്റെ ഭർത്താവിന് പോലും മനസ്സിലാവില്ല എൻ്റെ പ്രശ്നം, എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അവൾക്ക് എന്നോടൊരു സഹതാപമില്ല, ഞാൻ അനുഭവിക്കുന്ന യാതന, ഞാൻ അനുഭവിക്കുന്ന വേദന എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, ലോകത്തൊരു കുഞ്ഞിന് മനസ്സിലാവില്ല എൻ്റെ പ്രയാസം. ഇല്ലേ പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ചിന്തിക്കാറില്ലേ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരുമില്ല.
യജമാനെ എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നവനോട് നിനക്ക് ഞാനുണ്ട് എന്ന് തെളിയിക്കുന്ന ക്രിസ്തുവാണ് അവിടെ വന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ബേഥസ്ത കുളക്കരയിൽ വന്നത് ആ അവസരം ദുഃഖിതനും രോഗിയും ആതുരനുമായി അവനെ തേടി അവിടെ വന്നത് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കേഴുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം മെനയുന്ന നിത്യരക്ഷകനാണ്. അവനാണ് അവിടെ വന്നത്. അവൻ വന്നു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഏറിയ കാലമായി അവൻ അവിടെ കിടക്കുകയാണെന്ന് ക്രിസ്തു അറിഞ്ഞു. അവനെ കണ്ടു. ക്രിസ്തു മനസ്സലിഞ്ഞു. യേശു ക്രിസ്തു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. ഇക്കണ്ട കാലമെല്ലാം അവനെ ചുമന്ന് കിടക്ക. ഇപ്പോൾ അവൻ ചുമക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവനോട് കിടന്നതിൻ്റെ ആ ചെറിയ അവശിഷ്ടങ്ങൾ പോലും എടുത്തു മാറ്റിക്കൊണ്ട് അവൻ അവിടെ നിന്ന് മാറുകയാണ്. അവൻ അവിടെ കിടന്ന് ആ കിടന്നതായ സമയത്ത് അവനെ വഹിച്ചതായ ആ സാഹചര്യങ്ങൾ അതുപോലും എടുത്ത് മാറ്റിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. കർത്താവ് എത്ര കൗതുകത്തോടെ നോക്കി നിന്ന് കാണും. അവൻ നടന്ന് നീങ്ങുന്നത് 38 ആണ്ട് തന്നെത്താനും നടക്കാൻ പോലും കെൽപ്പില്ലാതെ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന മനുഷ്യൻ അവൻ വളരെ സുസ്മേരവദനായി, നല്ല പ്രസന്നവദനായി, സന്തുഷ്ടമാനസനായി അവൻ കയ്യും വീശി നടന്നു പോകുന്നത് ക്രിസ്തു എത്ര കൗതുകത്തോടെ നോക്കി നിന്ന് കാണും. ക്രിസ്തു എത്ര ആശ്വാസത്തോടെ നോക്കി നിന്ന് കാണും. ക്രിസ്തു എത്ര സ്നേഹവായ്പോടെ നോക്കി നിന്ന് കാണും. അവനങ്ങ് നടന്നു പോയി. പക്ഷേ ക്രിസ്തു അവിടെ ആ ജനത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞു. പിന്നൊരു ഭാഗത്ത് വന്നപ്പോൾ ഇവനെ വീണ്ടും കണ്ടുമുട്ടി. യേശുവിനോട് പറഞ്ഞു, നോക്ക് നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. നിനക്ക് വന്ന ഈ തിന്മയ്ക്ക് കാരണം, ഈ രോഗത്തിൻ്റെ കാരണം നിൻ്റെ പാപമാണ്. നിൻ്റെ പാപം കൊണ്ടാണ് ഇത് വന്നത്. മോനെ, സൗജന്യമായി ഞാൻ നിൻ്റെ പാപം ക്ഷമിച്ചു തന്നു. നിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചു തരാൻ ഞാൻ തിരുമനസ്സായിരുന്നതുകൊണ്ട് ഞാൻ കരുണയോടെ നിൻ്റെ പാപം ക്ഷമിച്ചു തന്നു. തന്മൂലം നിനക്ക് രോഗസൗഖ്യമുണ്ടായി. കൊള്ളാം, നല്ലത്. പക്ഷേ ഇനി നീ പാപം ചെയ്താൽ ഇനിയും ഇതിലേറെ പ്രയാസമുള്ളത് സംഭവിക്കും നിൻ്റെ ജീവിതത്തിൽ. ഇനിയും പാപം വന്നാൽ അധികം തിന്മയായത് ഭവിക്കും. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അത് വലിയ മുന്നറിയിപ്പാണ്. അതൊരു നല്ല താക്കീതാണ്. അത് ഉടയവൻ്റെ താക്കീതാണ്. സ്വർഗീയനായ നിത്യരാജാധിരാജൻ്റെ മുന്നറിയിപ്പാണത്. ആ വാണിംഗ് കൈക്കൊള്ളേണ്ടതാണ്. സിൻ നോ മോർ. അധികം തിന്മയായത് ഭവിക്കും. ഇനിയും നിനക്ക് പാപം വന്നാൽ ഇപ്പോൾ വന്നതുപോലല്ല, ഇതിനേക്കാൾ ഇരട്ടിയായ ദോഷം നിനക്ക് സംഭവിക്കും. പിന്നെ നിനക്ക് തിരുത്താൻ ഒത്തില്ല എന്ന് വരും. പിന്നെ നിനക്ക് ക്ഷമിച്ച് കിട്ടിയില്ല എന്ന് വരും. കുഞ്ഞേ, നിനക്ക് അപകടം വരരുത്. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പല അത്ഭുതങ്ങളും ചെയ്തില്ലേ? നമുക്ക് പല അനുഗ്രഹങ്ങളും തന്നില്ലേ? നാം ദൈവത്തോട് ചില വാക്കുകൾ പറഞ്ഞവരല്ലേ? എനിക്കറിയാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ജീവിതത്തിൽ ചില സമർപ്പണങ്ങൾ എടുത്തവരാണ്. മാനസാന്തരം എന്തായെന്ന് അറിഞ്ഞവരാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവം ലഭിച്ചവരാണ്. ക്രിസ്തു നിങ്ങളിൽ പ്രവർത്തിച്ചത് നേരിട്ട് അറിഞ്ഞവരാണ്. ക്രിസ്തു നിങ്ങളുടെ സ്വഭാവം മാറ്റിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളുടെ കോപം മാറ്റിയത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മദ്യപാനം മാറി, നിങ്ങളുടെ കോപാക്രാന്തമായ സ്വഭാവം മാറി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉഴപ്പ് മാറി, നിങ്ങളുടെ അലസത മാറി, ജോലിയിൽ വിശ്വസ്തത കൈവന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം പലയിടത്തും കിട്ടി. പല രീതിയിൽ നിങ്ങൾക്കൊരു കരയേറ്റവും നിങ്ങൾക്കൊരു അഭിവൃദ്ധിയും ഒരു ജീവിതത്തിൽ ഉത്കർഷവും ലഭിക്കുകയുണ്ടായി. എന്നാൽ മോനെ, നിന്നോട് പറയട്ടെ, നീ ഇനിയും പാപത്തിലേക്ക് പോയാൽ അധികം തിന്മയായത് നിനക്ക് ഭവിക്കും. ഇനിയും നീ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കാൻ പോയാൽ അധികം തിന്മയായത് ഭവിക്കും. നീ ഇനിയും കുളിച്ചതിന് ശേഷം പിന്നെയും ചെളിയിലേക്ക് പോയാൽ ഇനിയും അധികം തിന്മയായത് ഭവിക്കും. ദൈവത്തിന് സ്തോത്രം.
അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയും, പത്രോസ് അതിനെക്കുറിച്ച് പറയും, കുളിച്ചിട്ട് ചെളിയിൽ ഉളുവാൻ തിരിഞ്ഞ പന്നി ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്ന നായ എന്നുള്ള പഴഞ്ചൊല്ല് പോലെ നിങ്ങൾക്കാർക്കും സംഭവിക്കരുത് എന്ന് അപ്പോസ്തലനായ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലാണ് അത് പറയുന്നത്. രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 22-ാം വാക്യം, 2 പത്രോസ് 2:22. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉള്ളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും അതുപോലുള്ള അനുഭവം അനേകർക്ക് വരുന്നു എന്ന്. സഹോദരങ്ങളെ, നായയെ ഛർദ്ദിച്ച് കളഞ്ഞതാണ്, പിന്നെയും അറപ്പില്ലാതെ പിന്നെയും അത് ഛർദ്ദിച്ചത് ഭക്ഷിക്കും. നായിൻ്റെ സ്വഭാവം അതാണ്. പന്നി കുളിച്ചു, ചെളിയെല്ലാം കഴുകിക്കളഞ്ഞു, പക്ഷേ അടുത്ത നിമിഷം അത് പിന്നെയും ചെളിക്കുഴിയിലേക്ക് പോകും. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നും സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായ എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും സംഭവിക്കരുത്. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നമുക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടി. ഇതറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് പാടിയത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പാപത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു, രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു, ആപത്തുകളുടെ ബന്ധനം അഴിഞ്ഞു, ശാപങ്ങളുടെ ബന്ധനം അഴിഞ്ഞു. എന്നാൽ ഇനിയും പാപത്തിലേക്ക് പോകരുത്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തന്നെ ദാവീദ് രാജാവ് ഉപദേശിക്കുകയാണ് 103-ാം സങ്കീർത്തനത്തിൽ. എൻ്റെ മനസ്സേ എന്നാണ് വിളിക്കുന്നത്. എൻ മനമേ, എൻ്റെ മനസ്സേ, നീ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക, എക്കാലത്തും ദൈവത്തോട് കടപ്പാടുള്ളവനായിരിക്കുക, എന്നും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക. അതുകൊണ്ട് ദാവീദ് 116-ാം സങ്കീർത്തനത്തിൽ പാടി, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, നീ എനിക്ക് രക്ഷ തന്നു. ഞാൻ നിത്യശിക്ഷയിലേക്ക് പോയവനാണ്, നിത്യ അന്ധകാരത്തിലേക്ക് പോയവനാണ്. നീ എനിക്ക് രക്ഷ തന്നു. രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാനപാത്രമാണ്. ദൈവത്തിൻ്റെ കോപപാത്രമായിരുന്നു. ദൈവത്തിൻ്റെ കോപപാത്രമായിരുന്ന എനിക്ക് രക്ഷയുടെ പാനപാത്രം കയ്യിലേന്തുവാൻ നീ ഭാഗ്യം തന്നു. ദൈവകോപത്തിന് വിധേയപ്പെടേണ്ടിയിരുന്ന എനിക്ക്, ദൈവകോപത്തിൽ തീർന്നു പോകേണ്ടിയിരുന്നതിനായി എനിക്ക്, എൻ്റെ ദൈവമേ, നിൻ്റെ രക്ഷയുടെ പാനപാത്രം വഹിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തന്നു. എന്നെ നീ രക്ഷിച്ചു. എനിക്ക് നീ പാപമോചനം തന്നു. എൻ്റെ മേലുണ്ടായിരുന്ന കേടുകളും കെടുതികളും നീ മാറ്റി തന്നു. എൻ്റെ മേലുണ്ടായിരുന്ന ശാപങ്ങൾ നീ നീക്കി തന്നു. എന്നാൽ കർത്താവ്, ഇനിയും ഞാൻ തെറ്റിലേക്ക് പോകാനിട വരരുതേ. രക്ഷയുടെ പാനപാത്രം ഞാൻ ഇതെടുക്കുന്നു. കോപത്തിൻ്റെ പാത്രമായിരുന്നു ഞാൻ. അപ്പോസ്തലനായ പൗലോസ് പറയും, റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പറയും, കോപപാത്രമായിരുന്ന നമ്മെ ജീവനുള്ള ദൈവം കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുത്തു എന്ന്. നാം ദൈവത്തിൻ്റെ കോപപാത്രങ്ങളായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ കരുണ പകരാനുള്ള പാത്രങ്ങളായി ദൈവം കൃപയാൽ നമ്മെ തിരഞ്ഞെടുത്തു. സഹോദരങ്ങളെ, എന്തോ ഒരു അത്ഭുത കൃപയാണത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കരുണ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം മുതൽ, ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? നാശയോഗ്യമായ കോപപാത്രമായിരുന്നു ഞാൻ. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാത്രമായി ഞാൻ നാശത്തിലേക്ക് പോകുവാൻ യോഗ്യനായി, നാശത്തിലേക്ക് പോകേണ്ടവനായിരുന്നവനാണ്. എന്നാൽ ദൈവം എന്നെ കരുണാപാത്രമായി തിരഞ്ഞെടുത്തു. അതെങ്ങനെ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുന്നറിവിനും മുന്നൊരുക്കത്തിനും പ്രകാരം.
നമുക്ക് മനസ്സിലാകുന്നതല്ല ഇതൊന്നും. പക്ഷെ ഒന്ന് മാത്രം നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. ഒന്ന് നമുക്കറിയാം, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ഗോകുൽത്തായിലെ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ നമുക്ക് പകരമായി വെച്ച് നമ്മെ സ്നേഹിച്ചു. നമുക്ക് പകരമായി വയ്ക്കുവാൻ സ്വർഗത്തിലെ നിത്യപിതാവ് കണ്ടത് തൻ്റെ പുത്രനായ രാജാധിരാജനും അരുമകുമാരനുമായ കർത്താവായ യേശുവിനെയാണ്. നമുക്ക് പകരമായി, നമുക്ക് തുല്യമായി, നമുക്ക് മറുവിലയായി നമ്മോടൊപ്പം നിർത്താൻ നിത്യനായ സ്വർഗീയ പിതാവ് കണ്ടത് തൻ്റെ ഏകജാതനായ അരുമകുമാരനെയാണ്. നമുക്ക് പകരമായി യേശുവിനെ ബലിയർപ്പിക്കാൻ തിരുമനസ്സായി, യേശുവിനെ ക്രൂസിലർപ്പിക്കാൻ തിരുമനസ്സായി. അങ്ങനെ നമുക്ക് പകരമായി യേശുവിനെ ക്രൂസിലർപ്പിച്ച് നമ്മെ, ആ നാശയോഗ്യരായ കോപപാത്രങ്ങളായ നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് കരുണാപാത്രങ്ങളാക്കി മാറ്റി. കോപത്തിൻ്റെ പാത്രത്തെ കരുണാപാത്രമാക്കി മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ, കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? കോപപാത്രം കരുണാപാത്രമായി തീർന്നു. രക്ഷയുടെ പാത്രം കയ്യിലേന്തിക്കൊണ്ട് നന്ദിയോടെ സ്തുതിക്കും. അങ്ങനെ സ്തുതി ഇവിടെ വെച്ച് ആരംഭിക്കണം. എൻ്റെ സഹോദരങ്ങളെ, സ്തുതി പുറമേയുള്ള സ്തുതിയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് പറയുന്നല്ലോ. അനേകർ ചുണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, ചുണ്ടുകൊണ്ട് ചൊല്ലി തീർക്കുന്നു, ചുണ്ടുകൊണ്ട് മധുരമായി നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കുന്നു. നല്ലത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഗാനത്തിൻ്റെ മാധുരിക്കപ്പുറം അർത്ഥത്തിൻ്റെ ഗരിമയിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. നമുക്ക് ഒരനുഭവം വേണം. നമുക്ക് ആത്മാവിൻ്റെ സ്തുതി ആരംഭിക്കണം, ആത്മാവിന് നന്ദി തുടങ്ങണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂസിൽ മരിച്ച ആ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയും ശക്തിയും നാം തിരിച്ചറിഞ്ഞ് നാം നന്ദിയുള്ളവരായി യേശുവിന് വേണ്ടി നമ്മെ തന്നെ നാം വേർതിരിക്കണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ, പരിശുദ്ധന്മാരായ പിതാക്കന്മാർ, കാലാകാലങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ അറിഞ്ഞനുഭവിച്ച പിതാക്കന്മാർ, അവരെ ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. തങ്ങളുടെ ഭാവിയോ നോക്കിയില്ല. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി എന്താകുമെന്നവർ ചിന്തിച്ചില്ല. അവർ മറ്റൊന്നും കണക്ക് നോക്കിയില്ല. അവരാകെ ഒന്ന് മാത്രം നോക്കി, ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്താലും മതിയാവില്ലെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിന് വേണ്ടി എങ്ങനെ ചെലവഴിച്ചാലും മതിയാവില്ല എന്ന്. ക്രിസ്തുവിന് വേണ്ടി എന്നാൽ എന്താകും? ദൈവത്തിന് സ്തോത്രം. എന്നെ കൊണ്ട് എന്താകും? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ഈ തലമുറയിൽ എന്താകാൻ കഴിയും? ഒരു ചുരുങ്ങിയ ഒരായുസ് നാഥ നീ എനിക്ക് തന്നു. ഇനി എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ആയുസ്, എൻ്റെ സംവത്സരങ്ങൾ ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ എന്നാണ് മോശെ പണ്ട് പ്രാർത്ഥിച്ചത്. 90-ാം സങ്കീർത്തനത്തിൽ എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. എനിക്ക് അറിഞ്ഞുകൂടാ, എണ്ണുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എത്രയുണ്ടെന്ന്. എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. എണ്ണിയാൽ തീർക്കാനേ ഉള്ളതേ ഉള്ളൂ. അത്ര കുറച്ചൊരായുസേ ഉള്ളൂ. ഉള്ള കാലം, ഇനിയുള്ള കാലം ദൈവമേ അത് കുറച്ചാണോ അധികമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പണ്ട് എൻ്റെ അമ്മ പറയാറുണ്ട്, ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായി, ഇനി അസ്തമിക്കാൻ എത്ര നേരമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായി, ഇനി അസ്തമിക്കാൻ എത്ര നേരമെന്ന്. ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ നല്ല ദുരിതങ്ങളും പ്രയാസങ്ങളുമായി, ജീവിതത്തിൽ എൻ്റെ അപ്പൻ മരിച്ചു പോയതിന് ശേഷം ഒറ്റപ്പെട്ട ജീവിതമായി, എന്നെയും എൻ്റെ പെങ്ങളെയും വളർത്താൻ വേണ്ടി മാത്രം ജീവിച്ച ആ ത്യാഗസുരഭിലമായ ജീവിതം, ആ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അമ്മ പറഞ്ഞതാണ്, വൈകുന്നേരമായി, ഇനി അസ്തമിക്കാൻ എത്ര നേരം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തമനം എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഭൂമിയിലെ ആയുസ് എപ്പോഴാണ് തീരുന്നറിഞ്ഞുകൂടാ. എപ്പോഴാണ് മരണത്തിൻ്റെ ആ കരങ്ങൾ നമ്മെ പിടികൂടുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് അറിയുക, ജീവിക്കുന്ന കാലം അത് ക്രിസ്തുവിന് പ്രയോജനപ്രദമായി നമുക്ക് ജീവിക്കണം. ജീവിക്കുന്ന കാലം. പണ്ട് C.T. സ്റ്റഡ് പറഞ്ഞത് ഞാൻ പറയാറില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ജസ്റ്റ് വൺ ലൈഫ്. ഒരായുസ് അല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരേ ഒരായുസ് മാത്രം. ജസ്റ്റ് വൺ ലൈഫ്. എൻ്റെ ദൈവമേ, ജസ്റ്റ് വൺ ലൈഫ്, ഒരായുസ് മാത്രം. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. അത് എത്ര വേഗം തീർന്നു പോകും, എത്ര വേഗം തീർന്നു പോകും. ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിനടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? നിങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? നിങ്ങളുടെ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? നിങ്ങളുടെ സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? നിങ്ങളുടെ ജീവിതത്തിലെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന വചനത്തിൻ്റെ ഗൗരവം നിങ്ങൾ അറിഞ്ഞുവോ? ആ ഗൗരവത്തിന് ഒത്തതുപോലെ നിങ്ങളുടെ ജീവിതം വേർതിരിക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വന്നുവോ? പ്രിയപ്പെട്ടവരെ, നേരമധികം ഇല്ല, കാലമധികം ഇല്ല. വൈകുന്നേരമാകാറായിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു, കാലം തികഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കാലം തികഞ്ഞു പ്രിയപ്പെട്ടവരെ, കാലം തികഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തു വരാറായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. അതിവേഗം തിരുരക്തത്താലുള്ള കഴുകൾ പ്രാപിച്ചു കൊള്ളുവീൻ. ആ തിരുരക്തത്തിന്റെ തളിപ്പ് അനുഭവിച്ചു കൊള്ളുവീൻ. ആ തിരുരക്തത്താലുള്ള കഴുകൽ, പാപമോചനത്തിന്റെ സൗഖ്യം അതിവേഗം അനുഭവിച്ചു കൊള്ളുവീൻ. പാപക്ഷമ പ്രാപിപ്പീൻ. പാപത്തോട് വിട പറയുവീൻ. പാപമില്ലാത്ത പുതിയ ജീവിതം ആരംഭിക്കുവീൻ. സ്നേഹത്തിന്റെ സുരഭിലമായ ഒരു പുതുജീവിതം, സന്തോഷവും സമാധാനവും നിറഞ്ഞ പരിമളം പരക്കുന്ന അനുഗ്രഹീതമായ ധന്യജീവിതം തുടങ്ങുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ മൂലം മക്കളും മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ മൂലം നിങ്ങളുടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ മൂലം നിങ്ങളുടെ കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ മൂലം നിങ്ങളുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭ മാറണ്ട, സമുദായം മാറണ്ട. ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ നിങ്ങൾ എതിരേൽക്കുവീൻ. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിപ്പീൻ. ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുവീൻ. ആണിപ്പാടുള്ള കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ആ കരങ്ങൾ നിങ്ങൾ കാണുവീൻ. ആ കരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അവനെ നിങ്ങൾ നാഥനായി സ്വീകരിപ്പീൻ. അവനോട് ഉള്ളു തുറന്ന് പറയുവീൻ, നാഥ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഉടയവനെ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. രാജാധിരാജ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, എന്റെ പാപം വഹിച്ച യേശുവേ, എന്റെ പാപത്തിന് ശേഷം ക്രൂസിൽ വഹിച്ച യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവോട് വാക്ക് പറയുവീൻ. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സ്വർഗീയ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളെ തഴുകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ തിരുവചനത്തിൻ്റെ കൃപ ഞങ്ങളെ വലയ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തിരുരക്തത്തിൻ്റെ വളപ്പിനുള്ളിൽ ഞങ്ങളെ ഇരുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവമേ, ജയമുള്ള ശ്രീവായുടെ ചുവട്ടടിയിൽ ഞങ്ങളെ ഇരുത്തുകയും അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ ഞങ്ങൾ ഭാഗ്യം തരികയും സർവശക്തന്റെ നിഴലിൽ ഞങ്ങളെ പാർപ്പിക്കുകയും ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അതാ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. സ്വർഗീയ അഗ്നി എല്ലാവരെയും തലോടണമേ. യേശുക്രിസ്തുവിന്റെ തിരുരക്തം സകല പാവവും പൊക്കി ശുദ്ധീകരിക്കുന്നുള്ളതായ വചനം അനുഭവമാക്കി കൊടുക്കണമേ. കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കണമേ. സ്തുതി ആരംഭിക്കണമേ. ആത്മാവിന്റെ ആരാധന തുടങ്ങണമേ. സ്വർഗീയ രാജ്യത്തിന് വേണ്ടി കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.